മെഡിക്കൽ കോളേജിലെ വിസിറ്റിന് ശേഷം വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകളുമായി സംസാരിച്ചതിന് ശേഷം ഏകദേശം ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഡെവലപ്മെൻറ്റ് ഒരു ഏകദേശം രൂപം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ നേഴ്സിംഗ് ഓഫീസർ പോസ്റ്റ് കൂട്ടാൻ നടപടി സ്വീകരിക്കും. അവിടെ അതിൻ്റെ ഒരു അപര്യാപ്തത കാര്യമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സുമായിട്ടുള്ള സംസാരത്തിൽ അവർ ആ കാര്യം സൂചിപ്പിച്ചു. അതുപോലെ തന്നെ ഈ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ മനസ്സിലാക്കി 12 MLA-മാർ അവരുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ആശുപത്രി വികസനത്തിന്, അതായത് മെഡിക്കൽ കോളേജിന് ഫണ്ട് നൽകാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതായത് വെന്റിലേറ്റർ സൗകര്യം ഉൾപ്പെടെ ഒരു MLA കൂടെ ചെയ്യുന്ന ഞാൻ അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് ഞാൻ അദ്ദേഹത്തിന് അവിടെ റിക്വസ്റ്റ് കൊടുക്കുന്നതാണ്. 12 MLA-മാർ അവരുടെ ഫണ്ട് ഉപയോഗിച്ച് വെന്റിലേറ്റർ ഉൾപ്പെടെ നൽകാനും സമ്മതിച്ചിട്ടുണ്ട്. ഒരു MLA എനിക്ക് നേരിൽ കാണാൻ കഴിഞ്ഞില്ല. അത് ഞാൻ നിയമസഭയിൽ വെച്ച് കാണുമ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പേഴ്സണലായിട്ട് അഭ്യർത്ഥന നടത്തുന്നത്. അതെ, റിയാസിന്. കാരണം അദ്ദേഹത്തിന് ഇന്നും അദ്ദേഹത്തിനെ കണ്ടില്ല, അതുകൊണ്ടാണ്. പിന്നെ അവിടെ കുടിവെള്ള പ്രശ്നത്തിൻ്റെ കാര്യമുണ്ട്, അതിന് പരിഹാരം ഉണ്ടാക്കും. അതുപോലെ തന്നെ ചില ഡിപ്പാർട്ട്മെൻറ്റുകളിൽ സീനിയർ റെസിഡൻറ്റിനെ പോസ്റ്റ് ചെയ്യും. കാരണം അതിൻ്റെ ഒരു അഭാവം അവിടെ കാണുന്നുണ്ട്. ഇൻ്റർവെൻഷൻ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഫാക്കൽറ്റിയെ HDS മുഖാന്തരം അവിടെ നിയമിക്കുന്നതാണ്. പിന്നെ പഴയ മോർച്ചറി നിങ്ങൾ കണ്ടു കാണും, കാഷ്വാലിറ്റിയുടെ അവസ്ഥ ഞാൻ നേരിട്ട് കണ്ടു. പഴയത് ഏതാണ്ട് റൂഫൊക്കെ പോയി കിടക്കുകയാണ്, ചോർച്ചയുണ്ട്. ഇപ്പോൾ രോഗികളുടെ ബാഹുല്യം കാരണം അവിടെ കുറച്ച് രോഗികളെ പ്രവേശിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് സ്ഥിരമായി രോഗികളെ പ്രവേശിപ്പിക്കാൻ തക്കവണ്ണം ഒരു സെക്യൂരിറ്റി അവിടെ ഇല്ല. അതുകൊണ്ട് അതിൻ്റെ മേൽക്കൂര, അതിൻ്റെ മെയിൻ്റനൻസിന് PWDയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ ഏതാണ്ട് അതിന് മാത്രം ഒരു 55 ലക്ഷത്തിൻ്റെ എസ്റ്റിമേറ്റാണ് തന്നിട്ടുള്ളത്. ഏതായാലും പണത്തിൻ്റെ കുറവുകൊണ്ട് അത് ഞങ്ങൾ മെയിൻ്റനൻസ് ചെയ്യാതിരിക്കില്ല. കാരണം അത് മെയിൻ്റനൻസ് ചെയ്താൽ 120 ആൾക്കാരെ അവിടെ കടത്താൻ കഴിയും. ഇപ്പോഴേ ഈ തറയിൽ കടത്തുന്നതിന് പകരം ചില NGOs സംഭാവന ചെയ്ത ബെഡിലാണ് രോഗികളെ കടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പീഡിയാട്രിക് ICU അത് 3rd ഫ്ലോറിലേക്ക് മാറ്റി, കാരണം അവിടെ വെള്ളം കയറുന്നുണ്ട്. പിന്നെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ്റെ ശസ്ത്രക്രിയ നടത്താൻ ഓപ്പറേഷൻ തിയേറ്റർ നവീകരിക്കുന്നതിന് പണം കൊടുത്തിട്ട് PWD ചെയ്തിട്ടില്ല. ഇന്ന് അവരെ വിളിച്ച് കർശനമായി പണം അടച്ചതാണ്. ചിലതിപ്പോൾ ഏതാണ്ട് 500 കോടിയുടെ എക്യുപ്മെൻറ്റ്സ് വാങ്ങിച്ചതിൻ്റെ ഇവിടെ മാത്രം കൊടുക്കാനുണ്ട്. ഇത് ഇത്രയും സാമ്പത്തിക പ്രയാസം ഉണ്ടായിട്ടും ഇതിനു വേണ്ടി കൊടുത്ത പണം PWD ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് വിളിച്ച് കർശനമായി പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ, അത് അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതോടൊപ്പം തന്നെ പിന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഓർത്തോയിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറുടെ തസ്തിക അതിനുള്ള സംവിധാനം ഉണ്ടാക്കും. പിന്നെ ഹാർട്ട് ലിങ്ക് മെഷീൻ വാങ്ങാൻ നടപടി സ്വീകരിക്കും. ഇതിനൊക്കെ പറഞ്ഞ് ഇന്നലത്തെ യോഗത്തിൻ്റെ തീരുമാനങ്ങളുണ്ട്. ഇന്നലെ ഷാഫി വർവിലിൻ്റെ നിർദ്ദേശം അംഗീകരിച്ച് നിങ്ങളിത് പത്രത്തിൽ എഴുതിയതാണ്. വിർച്വൽ ഓട്ടോപ്സി അതിൻ്റെ സംവിധാനത്തിന് ഏതാണ്ട് 30-40 കോടി വരും. അതിൻ്റെ ഫണ്ട് കണ്ടെത്താനുള്ള മാർഗങ്ങൾ സ്വീകരിക്കും. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിന് ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള മെൻ്റൽ വെൽബീയിങ് ആൻഡ് ഹാപ്പിനെസ് സെൻ്റർ ആയിട്ട് മാറ്റും. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയെ സ്പെഷ്യാലിറ്റി ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയാക്കി മാറ്റണം എന്ന് അവിടെ MLA ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അംഗീകരിക്കുകയും ആവശ്യമായിട്ടുള്ള സ്റ്റാഫ് പാറ്റേൺ പുതുക്കുകയും ചെയ്യും. പിന്നെ ഫാമിലി ഹെൽത്ത് സെൻറ്റർ വളയത്തിന് ഒരു മൊബൈൽ ട്രൈബൽ യൂണിറ്റിന് ഷെൽട്ടർ ഉണ്ടാക്കാൻ
MP ഷാഫി പറമ്പിൽ അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്ന് എമൗണ്ട് നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രപ്പോസൽ സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രീ പ്രവീൺ കുമാർ MLA ഫണ്ട് ഉപയോഗിച്ച് തിരുവങ്ങൂരിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ രോഗികൾക്ക് ആംബുലൻസ് ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കും. പിന്നെ ആരോഗ്യവകുപ്പിൽ ജീവനക്കാരെ പുനർവിന്യാസം നടത്താനും PSCയിൽ ഒഴിവുകൾ വേഗത്തിൽ റിപ്പോർട്ട് ചെയ്യാനും തീരുമാനിച്ചു. അപ്പോൾ ഇത്രയാണ് തീരുമാനങ്ങൾ. ഇനിയിപ്പോൾ ഇന്ന് ബീച്ച് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ കൂടെ പരിശോധിച്ച് ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ ആശുപത്രിയെ ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചെയ്യുന്ന പോലുള്ള സംവിധാനങ്ങൾ ഇവിടെയും നടപ്പാക്കിയാൽ മെഡിക്കൽ കോളേജിലെ തിക്കും തിരക്കും ഒഴിവാക്കാൻ കഴിയും.